ഇതിന്റെ പേരിൽ പ്രവർത്തകന്മാരായ ചെറുപ്പക്കാർ അയാൾ ആശയത്തോട് യോജിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിന്റെ കേരളത്തിലെ പ്രസിദ്ധ ജമാഅത്ത് മുജാഹിദിലെ 31 പണ്ഡിതന്മാർ വാദം ശരിയല്ലെങ്കിൽ ഞങ്ങൾ അതിന്റെ മുഴുവൻ ചെലവ് പറ്റും. നിങ്ങൾ അയാളുടെ സാന്നിധ്യത്തിൽ വന്നിരുന്ന് അതിനെപ്പറ്റി ഞങ്ങൾക്ക് വിശദീകരണം തരുന്നതാണ്. 31 പണ്ഡിതന്മാരിൽ 2 പേര് മാത്രം ഞങ്ങൾക്ക് മറുപടിയായിട്ട് 29-ാം തീയതി ഞങ്ങൾക്ക് അതിന് തയ്യാറാണ്. അപ്പോൾ ഞങ്ങൾ നേരിട്ട് നടത്താൻ വേണ്ടി എഗ്രിമെന്റ് കരാർ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. പിന്നെ എന്നോട് പറയാനുള്ളത് ശേഖരങ്ങൾ പോലെയാണ് ഇവിടെ ഇത് സംബന്ധിച്ച് എന്റെ വാദങ്ങൾ നിങ്ങളുടെ മുമ്പാകെ സദസ്സിൽ വയ്ക്കാൻ നിങ്ങളെ ബോധ്യപ്പെട്ട അധികാരമുണ്ടെന്ന് പറഞ്ഞ് കത്തയച്ചത്. അയാൾക്ക് സൗകര്യപ്പെടുന്ന ദിവസം ഈ ാണ് ഞങ്ങളെ പിന്നെ അതുപ്രകാരം അദ്ദേഹത്തിന്റെ വാദം നിങ്ങളോട് ഖുർആന്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ സാധിക്കും. വല്ല സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഈ പ്രസംഗം കഴിഞ്ഞ ശേഷം അയാളോട് യോഗ്യമായെന്ന് ചോദിക്കാം, എഴുതി കൊടുക്കാം. അത് പ്രസംഗം കഴിഞ്ഞ പിന്നീട് പിന്നെ ഖുർആനും പിന്നെ മറ്റ് നിയമ സംഹിതകളും ശരിക്കും വിവരമുള്ള ആൾ മാത്രം അല്ലാതെ കണ്ട് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ എഴുതി കൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. ഞാൻ ഇതിന്റെ അധ്യക്ഷം വയ്ക്കാൻ വേണ്ടി വീരാൻ തോന്നുന്നു. കൂടിയിരിക്കുന്നത് ഈ നാട്ടിലെ ഖുർആൻ വിശ്വാസികളും സുന്നത്ത് ജമാഅത്തിലെയും മുജാഹിദ് പ്രസ്ഥാനത്തിലെയും ശരിക്കും സത്യം അറിയണമെന്ന് ആഗ്രഹിച്ചു വന്നു. അത് കാരണം പല സംഘടനകളും ഖുർആൻ ശാസ്ത്രജ്ഞരാകും ഖുർആനിന്റെ അനാവശ്യതയോടും എന്നിങ്ങനെ വിവിധ നാമങ്ങളിൽ വ്യക്തികളാണ് അവരുടെ പുല്ലിങ്ങാണ് അത് ഖുർആൻ ചെയ്യുന്ന നമ്മളെ ഖുർആൻ ചെയ്യുന്ന അത് പുല്ലിങ്ങാണ്. നമ്മൾ ചുരുക്കത്തില് ഈ ഖുർആന്റെ അധികാരം അധികത ഖുർആൻ തന്നെ അതിന് അത്ര അധികില്ല. ഈ അധികതല്ലോ ഖുർആൻ അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും 16മായ ഒരു പ്രസംഗം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കേൾക്കാം. ഈ ശാന്തരായി മറ്റത്തോടുകൂടി അത് കേട്ട് നിങ്ങൾക്ക് സത്യക്തമായി ഉൾക്കൊള്ളുക, അത് ജീവിതത്തിൽ പാർക്കുക, അതിനു വേണ്ടി അഭ്യർത്ഥിക്കുക, പ്രയത്നിക്കുക. അതാണ് മക്കളമായി പറയുന്നത്. അള്ളാഹു നാം എല്ലാവരെയും നമ്മുടെ രക്ഷാവിന്റെ ഒരു പ്രവർത്തിച്ച് അള്ളാഹുവിനെ അനുഗ്രഹിക്കട്ടെ. അല്ലാതെ മുഖ്യ പ്രാഥമിക
ഇവിടെ പ്രധാനികളായ ചില മാന്യന്മാർ ഒത്തുകൂടുകയും കേരളത്തിലെ അറിയപ്പെടുന്ന പണ്ഡിത നേതാക്കന്മാരെ ഈ സെമിനാറിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത സംഭവം നിങ്ങൾ അറിയിക്കുമല്ലോ. ാതെ ഇങ്ങോട്ട് പ്രവേശിക്കരുത് എന്ന ഒരു വ്യവസ്ഥ നിശ്ചയിക്കേണ്ടി വന്നതിൽ ആരും തെറ്റിലേക്ക് പോയി. കാരണം മറ്റൊന്ന്, പാസ് മൂലം പ്രവേശിച്ചവരല്ലാതെ മറ്റ് എല്ലാവർക്കും പൊതുവേദിയായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നോക്കുമ്പോൾ വളരെയധികം അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. കോഴിക്കോട് ടൗൺ ഹാൾ നിരീശ്വരവാദികളെ പ്രസംഗിക്കുന്ന ഒരു ടൗൺ ഹാളാണ്. മതഗ്രൂപ്പുകാർക്കും എല്ലാവർക്കും പ്രസംഗിക്കുന്നതിന് പുറമെ നിരീശ്വരവാദികൾ പോലും അവിടെ പ്രസംഗിക്കണം. പക്ഷേ ഏതാണ്ട് 10-20 വർഷങ്ങൾ കഴിയും കല്യാണം നടത്താൻ സമയത്ത് പോലെ എന്റെ കാര്യത്തിൽ നടന്നു. പക്ഷെ കല്ല് കിട്ടാത്തതുകൊണ്ട് പടകൊണ്ടാണ് കഴിഞ്ഞതെന്ന്. ഇതെന്താ കാരണം? ഇത് കോഴിക്കോട് ടൗൺ ഹാൾ മാത്രമാണോ? അല്ല, കേരളത്തിന്റെ നാനാ ഭാഗത്തും ഈ പരിപാടി ആവർത്തിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരാകുന്നുണ്ടെങ്കിൽ അവർ വന്നാൽ മതി എന്ന നിലയ്ക്ക് ഞങ്ങൾ കമ്മിറ്റി ചെയ്യാനില്ല. ഞാൻ ക്ഷണിക്കപ്പെട്ട ആളാണ്. പക്ഷെ ഞാൻ അറിയുന്നു എന്റെ ആ നിലയ്ക്ക് എന്നോട് പറയാം അന്വേഷിക്കാറ്. അപ്പൊ തീരുമാനിച്ചു ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ്. പിന്നെ അവർക്ക് പൊതുവേദി വെക്കാം. കല്യാണമൊന്നും നടക്കൂല എന്നാണ് ഒരു കാലഘട്ടം വരികയാണെങ്കിൽ അവർക്ക് പൊതുവേദിയിലേക്ക് ഇറങ്ങി തന്നെയും 10-60 മുതൽ 27 വർഷം വരെയും പൊതുവേദിയിൽ ഞാൻ സംസാരിക്കാറുള്ളത്. അത് സർക്കാരിന് നിയന്ത്രിക്കാൻ വന്നതിന് കേരളത്തിൽ ഇസ്ലാം മത പ്രസംഗം നടത്തുന്ന വീട്ടിനെ കല്ലെറിയാൻ കണ്ടുപിടിച്ച ഒരാൾ ഞാൻ മാത്രം. വേറെ കല്ലെറിയും. അപ്പൊ ഇസ്ലാമിക പ്രവർത്തനം ഇസ്ലാമിക പ്രസംഗം നടത്തുന്നതിന്റെ പേരിൽ ഇത് ല്ല. ഇതാണ് ഞാൻ പറയുന്ന അപ്പൊ ഖുർആനിലുള്ള കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ. ഇസ്ലാമിക പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ആരാ പറഞ്ഞത്? ഇസ്ലാമിന്റെ ആൾക്കാരാ പറഞ്ഞത്. അപ്പൊ ഇതുവരെ അത്തരം വിഷയം പറയാൻ പാടില്ല, ഖുർആൻ ഉപയോഗിക്കാൻ പാടില്ല, പ്രസംഗിക്കാൻ പാടില്ല ആരും പറഞ്ഞിട്ടില്ല. സംഘടന പറഞ്ഞിട്ടില്ല, വ്യക്തികൾ പറഞ്ഞില്ല. പക്ഷെ ഇവിടെ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് അതിലുള്ള സത്യങ്ങൾ പറയുന്നതിന് അതിന് എതിർ നിൽക്കുന്ന അതിനെ അക്രമം നടത്താൻ വേണ്ടി തയ്യാറായിട്ടുള്ള ആൾക്കാർ ആരാണെന്ന് ചോദിച്ചാൽ ഖുർആനിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞു നടക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആൾക്കാരില്ല. അതുകൊണ്ട് തൽക്കാലം ഏത് വേണ്ട 10 മണിയെന്ന് അത് നിശ്ചയിക്കണം. ഇങ്ങനത്തെ നിർബന്ധിതാവസ്ഥ പിന്നെ മഴ കാരണം ആഗ്രഹമുള്ള പല ആൾക്കാർക്ക് ചില കഴിച്ചിരിക്കട്ടെ. ഇത് തുടക്കമാക്കണം. തലശ്ശേരിയിൽ ഏതാണ്ട് 26 വർഷം മുമ്പ് ഒരാളെ തലശ്ശേരിയിൽ ഒരു പ്രഭാഷണം കഴിഞ്ഞു. അതിനുശേഷം 2 പരിപാടി തലശ്ശേരിയിൽ നടന്നു. പിന്നെ സംസാരിക്കരുത് എന്നുള്ള ഉദ്ദേശങ്ങളാണ് കിട്ടുന്നത്. ഈ ഊഹാപോഹങ്ങൾ അല്ല ഏതാണ്ട് ഭക്ഷണ പഠനം നടത്തിയ അടിസ്ഥാനത്തിൽ നടക്കുമെന്ന് കണ്ടപ്പോൾ അത് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കി തീർക്കാൻ അത് ഏകപക്ഷീയമാവരുത് എന്നതിന്റെ സംഘാടകർക്ക് നിർബന്ധം. ഏകപക്ഷീയം പറഞ്ഞാൽ ജഗന്നാഥ അദ്ദേഹം പ്രസംഗിക്കാൻ അത് കേട്ടിട്ട് അങ്ങനെ അന്ധമാക്കി വിശ്വസിക്കാൻ എന്നിട്ട് സംസ്കാരം 3 1 2 കമ്മിറ്റിക്കാരുടെ ഉദ്ദേശം സേവനവും ഒഴുകി
പുതുതായിട്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതൊക്കെ പുതുതായിട്ടുള്ളതാണ് വാദിക്കുന്നത്. അങ്ങനെ വെച്ചാൽ അത് ശരിയാണെന്നതിന് ഉറച്ച വാദനയ്ക്ക് അതൊന്ന് കേൾക്കുക. അത് എടുക്കാൻ അവർക്ക് എതിർക്കാൻ കഴിയുമെങ്കിൽ അവർക്കും കേൾക്കണം. മാത്രം കേട്ടാൽ പോലെ മറ്റവർക്ക് മറുപടി പറയാനുണ്ട്, അതും കേൾക്കണം എന്ന നിർബന്ധത്തിലാണ് ഇവിടുത്തെ ഈ പൗരന്മാർ അങ്ങനെയുള്ള ഭേദപ്പെട്ട അതായത് അടിച്ചാതെ പിടിച്ചാലും എനിക്കറിയാം. ഞാൻ ചോദിച്ചോളൂ, എല്ലാവരും കൊടുത്തു, ഞാൻ മറുപടി കൊടുത്തു, ആദ്യം എത്ര ആൾ മറുപടി കൊടുത്തു എന്നുള്ളതാണ് കുഴപ്പമാണ്. ഞാൻ മറുപടി കൊടുത്തു, ഞാൻ മറുപടി കൊടുക്കുന്നില്ല, ഞാൻ തന്നെ മതി. ഏത് എത്ര ഞാനിപ്പോ വ്യവസായം ബിസിനസ് പ്രദേശമൊക്കെ ഉണ്ടായിരുന്നൊക്കെ നിർത്തിച്ചിട്ട് ഇപ്പൊ എന്റെ പണി ഖുർആൻ പഠിച്ച കാര്യങ്ങൾ എന്റെ സമുദായത്തോട് പറഞ്ഞു കൊടുക്കാൻ അത് വേറെ കാര്യം. ഇതിനു വേണ്ടി ഞാൻ ചെയ്യാറ്. അങ്ങനെ ഞാൻ കത്ത് മറ്റുള്ളവരെ 31 പണ്ഡിതന്മാർക്ക് 39 പണ്ഡിതന്മാർക്ക് കത്ത് പണ്ഡിതന്മാർ അത് എത്ര ആൾക്കാർ മറുപടിയായി അവരുടെ നിലപാടല്ല നമ്മുടെ വിഷയങ്ങൾ കാര്യമായിട്ട് പരാമർശിക്കണം. പക്ഷേ എല്ലാവരും തയ്യാറായിരുന്നു. പക്ഷെ എന്തോ ഒഴിഞ്ഞുമാറ്റത്തിലൂടെ ജഗതോടെ കൊണ്ട് സ്വന്തം കൂടുതൽ ചെറിയ പരിപാടി നടത്തിയിട്ട് രക്ഷപ്പെടാനാണ് കമ്മിറ്റിക്കാരുടെ ഒരുക്കം എന്നാണ് നോട്ടീസിന്റെ ചുരുക്കം. വായിച്ചൊക്കെ ഒരാൾക്കും തന്നെ പറ്റിയ ഒരു മനുഷ്യനെ ഒരാളെ കണ്ട് കയറ്റെടുക്കുന്ന നിർബന്ധമുണ്ട്. അത് ദൈവത്തിന് പോലെ ഒപ്പം കൂടിയിട്ട് 30